ഡങ്കി ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറയാൻ പറ്റും. ഇമോഷണലി ഭയങ്കര കണക്റ്റ് ആവുന്നതാണ്. നമുക്ക് നെഗറ്റീവ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സ് കിട്ടും. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ നോക്കുന്നത്. ഓവറോൾ നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന ആണ് നോക്കുന്നത്. ആ ഒരു പോയിന്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഇമോഷണലി ഭയങ്കര ഇമോഷണൽ ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞ് കുറേയൊക്കെ അവസാനമായപ്പോഴത്തേക്കും ഒരു ക്ലൈമാക്സിനടുത്ത് എത്തിയപ്പോഴത്തേക്കും. അത് നല്ല പടം, നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു, കോമഡിയൊക്കെ ഉണ്ട്, നല്ല പടം. നല്ല സിനിമ, നല്ല സിനിമ. കൊള്ളാട്ടെ, പടം കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, കൊള്ളാം, കൊള്ളായിരുന്നു, 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 കൊള്ളാം, നല്ല പടം. തല്ലിപ്പൊളി പടം. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം, നല്ല പടം, കുഴപ്പമില്ല. മൂവി കൊള്ളാം. ഒരു തേർഡ് ഹിറ്റ് തന്നെയാണ് ഷാറുഖ് ഖാൻ്റെ. നല്ല മൂവി തന്നെ, നല്ല മൂവി തന്നെ. ഒരു ഇമോഷണൽ ഡ്രാമയാണിത്. അത്രേ ഉള്ളൂ. കിടിലം പടം, ഒരു രക്ഷയില്ല. SRK വേറെ ലെവല്. കിടിലം പടം, സൂപ്പർ. SRK കൊള്ളാം, പടം കൊള്ളാം. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം, കൊള്ളാം, നല്ല പടം, കൊള്ളാം. സൂപ്പർ പടം, സൂപ്പർ പടം. ഫീൽ ഗുഡ് മൂവി. നല്ല പടം കേട്ടോ, നല്ല ഇമോഷണൽ ഒരു ഇതുള്ള ഫീലുള്ള പടമാണ്. നമ്മളെന്തായാലും ഒരു കരഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുള്ളൂ. ഇത് ഷാറൂഖ് ഖാൻ്റെ ഒരു 1000 കോടി അടിക്കുമോ എന്നറിയില്ല, പക്ഷേ എന്നാൽ പോലും നല്ല മൂവിയാണ്. ഒരു വെറൈറ്റി, ഭയങ്കരമായ ആക്ടിംഗ് ഉണ്ട്. ഷാറൂഖ് ഖാൻ്റെ ഫുൾ ആക്ടിംഗ് ഉണ്ട്. മാസ് പടമൊന്നുമല്ല, നല്ല ഇമോഷണൽ പടമാണ്, നല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഭയങ്കര ഒരു നല്ല ഫീലാണ്. കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സത്യത്തിൽ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത്. ആകെപ്പാടെ ഒരു ഭയങ്കരമായ ഒരു ഇമോഷണൽ ഇതാണ്. ഇന്ത്യ എന്നുള്ളൊരു വികാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ വെളിയിൽ പോയവർക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും ഉറപ്പായിട്ടും. നല്ലൊരു മൂവിയാണ്, എന്തായാലും മസ്റ്റ് വാച്ചാണ്. വൺ ടൈം വാച്ച്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് അവർ പുള്ളി ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ട്. രാജ്കുമാർ ഹിറാനി ഷാറുഖ് ഖാൻ കോംബോ ഹിറ്റ് തന്നെ ആയിരിക്കും എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സായിട്ടുള്ള വിക്രം കോശ്യറിൻ്റെതും അതുപോലെ തന്നെ നമ്മളെ സുനിൽ ഗ്രോവറിൻ്റെ അനിയനുണ്ട്, അനിൽ ഗ്രോവർ. അതും അവർ നല്ല കോമ്പിനേഷൻ, നല്ല കുറേ കോമഡീസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി പല ഹിന്ദി പടങ്ങളിൽ വരാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആളുകൾ ഓഡിയൻസിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, മസ്റ്റ് വാച്ച്. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. ഇറാനിയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു പടം. നൈസ്, നല്ല പടമായിരുന്നു. അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഫിലിംസ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഫിലിമും ഒന്നൊന്ന് വെച്ചാണ്. ഇത് നൈസാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.